കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 19, തിരുവചനങ്ങൾ 16 മുതൽ 22 വരെ. അക്കാലത്ത് ഒരാൾ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിപദിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ ചോദ്യം നമ്മൾ ആവർത്തിക്കാറുണ്ട്. എന്താണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇനിയും കുറവ്? ആത്മീയ ബാലകരോടും പശ്ചാത്താപത്തോടും അനുതാപത്തോടും കുമ്പസാരക്കൂടെ കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാതെ പറഞ്ഞു പോകുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എനിക്ക് കുറവ്? ഞാനെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇനിയും എന്താണ് കുറവ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉത്തരങ്ങൾ കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തോട്ട് ഒരു തുരുത്തിലിനോ തീരുമാനത്തിലേക്കോ കടന്നു ചെല്ലാൻ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുറവുകൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു നമ്മുടേതായുള്ള ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറത്തോട്ട് പലപ്പോഴും നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുന്നതിനപ്പുറത്തോട്ട് ആത്മീയമായിട്ട് തമ്പുരാനുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് കുറച്ചുകൂടി വളരാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കാം. കാരണം ഒരു മനുഷ്യൻ മാത്രമല്ല, പലപ്പോഴും സുവിശേഷത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. സമരകാരൻ ഉപമയിലാണെങ്കിലും അതിന് തുടക്കത്തിലൊരു നിയമജ്ഞനും കടന്നു വന്ന് അത്രത്തോളം നിയമങ്ങൾ അറിയാവുന്നൊരു വ്യക്തി, ആ സമൂഹത്തിൽ അത്രത്തോളം ഉന്നത പദവിയിലുള്ളൊരു വ്യക്തി കടന്നു വന്ന് ഈശോയോട് ചോദിക്കുന്നത് തന്നെയാണ്, നിത്യജീവൻ കരസ്ഥമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കാരണം അവർ ആ ഒരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞ് അവർ പ്രതീക്ഷിക്കുന്ന ഉത്തരം നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിൽ എന്താണ് കുറവ് എന്ന് ചോദിക്കുന്നതിനപ്പുറം തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ഓർത്ത് എന്നെ പലപ്പോഴും അഭിനന്ദിക്കുകയും അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തോടു കൂടി തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് ചെയ്യുന്നുള്ള പ്രതീക്ഷയാണ് പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും. പക്ഷേ അതിനപ്പുറത്തോട് എന്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ചിന്തിച്ചുകൂടാ? എൻ്റെ ജീവിതത്തിൽ ഇനിയും കുറവുകളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്താലും അതിനപ്പുറത്തോട്ട് ഇനിയും എന്തൊക്കെയോ തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് ലയനം ചെയ്യാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും ഞാൻ സ്വായത്തമാക്കേണ്ടതുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ പലപ്പോഴും എത്തേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ആദ്യത്തെ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ വേണം എന്നുള്ളതിനകത്ത് ആദ്യമാണ് അനുസരണം. കാരണം ആ ഒരു മനുഷ്യന് മുമ്പിലേക്ക് വെക്കുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെ പ്രതിയിട്ടുള്ള കൽപ്പനകളാണ്. ആ ഒരു കൽപ്പനകൾ ഓരോന്നും പറയുമ്പോൾ ആ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന് മറുപടി നൽകുന്നത് ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷേ അതിനപ്പുറത്തോട് ഒരു പൂർണ്ണമായ യോഗ്യതയോടുകൂടി ഒരു ബോധത്തോടുകൂടി ചെയ്യുന്നുണ്ട്. ഒരു കൽപ്പനകൾ പലപ്പോഴും അല്ലെങ്കിൽ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ നിത്യത ലഭ്യമാക്കാൻ, ഒരു നിത്യതയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കേണ്ടത് നിയമങ്ങൾ പാലിക്കുന്നതാണ്. ആ ഒരു രീതിയിൽ ആ ഒരു കാലഘട്ടത്തിൽ മോശയുടെ നിയമങ്ങളും അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൻ്റെതായുള്ള പല നിയമങ്ങളും നിലനിന്നിട്ടുണ്ട്. എവിടെയാണ് തമ്പുരാൻ ആ മനുഷ്യനോട് പറയുക, കൽപ്പനകൾ പാലിക്കുക. കാരണം നിയമങ്ങളും കൽപ്പനകളും തമ്മിലുള്ള വ്യത്യാസം ഈ പറഞ്ഞതുപോലെ ഒരു സ്നേഹത്തിൻ്റെതാണുള്ള വ്യത്യാസമുണ്ട്. കാരണം പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഇടയിലായിരുന്നാൽ പോലും സമൂഹത്തിൻ്റെതും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടൊക്കെ പലപ്പോഴും പല നിയമങ്ങളും നിലനിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു ശിക്ഷ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അകന്നു പോകാനാണ് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ നിയമങ്ങൾ കാത്ത് സംരക്ഷിക്കുക. ഒരു ഐക്യവും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കുറച്ച് ക്രമങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലും ആ ഒരു സമയത്തിലും ഈ നിയമങ്ങൾ അത്രത്തോളം ജീവിതത്തിൽ സ്വീകരിച്ചിരുന്നൊരു വ്യക്തിയോട് പറയുന്നതാണ്,
ഈ കൽപ്പനകൾ നീ പാലിക്കുക. കാരണം ഓരോ കൽപ്പനയിലും തമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ്, ദൈവവുമായിട്ടുള്ള സ്നേഹമാണ്. ആ ഒരു സ്നേഹം നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. കാരണം പലപ്പോഴും ഓരോ കൽപ്പനകൾ പാലിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നും നേടണമെന്നില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ പ്രശംസയോടുകൂടി നമ്മളോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കണമെന്നും പോലുമില്ല. പക്ഷേ നിക്ഷേപമെല്ലാം തമ്പുരാൻ്റെ കൂടെയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും ഈ കൽപ്പനകൾ പാലിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും സ്നേഹത്തോടു കൂടിയാണോ എന്നുള്ള കാര്യം കൂടി തമ്പുരാൻ ആ ഒരു മനുഷ്യനെ ഒരിക്കൽ കൂടി ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞതുപോലെ നിയമങ്ങൾ പാലിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ട്രാഫിക് നിയമങ്ങളോ അങ്ങനെ കുറേ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം പാലിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അതിനപ്പുറത്തോട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ ഞാൻ ദൈവകൽപ്പനകൾ പാലിക്കുന്നുണ്ട്. അത് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ചെയ്യാൻ ഞാൻ കടപ്പെട്ടവനാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടതുണ്ട്. കാരണം നമ്മുടെ നിക്ഷേപം നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിൽ കൂട്ടാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളുടെ അപ്പുറത്തോട്ട് ദൈവകൽപ്പനകൾ ഹൃദയത്തോടു കൂടി സ്നേഹത്തോടു കൂടി ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ സ്നേഹം മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കത്തുള്ളൂ. ഒരു രീതിയിലുള്ള അഭിനന്ദനവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പൊക്കിയുള്ള സംസാരം ഒന്നും അവിടെ ആവർത്തിക്കണമെന്നില്ല. അവിടെ ഓരോ നിമിഷവും ആവർത്തിക്കുന്നത് ഈ സ്നേഹത്താലുള്ള കയ്യൊപ്പുകൾ മാത്രമാണ്. പലപ്പോഴും ആൾക്കാർ ഈ പറഞ്ഞതുപോലെ നമ്മൾ കൽപ്പനകൾ പാലിക്കുമ്പോൾ നമ്മൾ തഴഞ്ഞേക്കാം, അല്ലെങ്കിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മൾ തള്ളി മാറ്റിയേക്കാം. പക്ഷേ അവിടെ എല്ലാം ഓർക്കേണ്ടത് ഞാൻ എൻ്റെ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെയാണ് അനുസരിക്കുന്നത് എന്നുള്ള ഒരു തീരുമാനത്തിൽ പലപ്പോഴും നമ്മൾ എത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം ശിഷ്യത്വമാണ്. പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ദൈവത്തെ പിന്തുടരുന്നു എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഞാൻ ഇന്നതൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ തമ്പുരാനെ പിന്തുടരുന്നു നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തോട്ടൊരു ക്രൈസ്തവത നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വീകരിക്കുന്നുവെന്നും അല്ലെങ്കിൽ അത്രത്തോളം വീണ്ടും വിചാരത്തോടുകൂടി തമ്പുരാനായ ശിഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നുണ്ട്. കാരണം ഞാൻ ഒരാളെ പിന്തുടരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു ആളുടെ മൂല്യങ്ങളും ആ ഒരു ആളുടെ ദർശനങ്ങളുമാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ സ്വീകരിക്കുക. ഓർക്കുക, എൻ്റെ ജീവിതം ക്രിസ്തുവിനൊത്ത രീതിയിലാണോ ഞാൻ ജീവിക്കുന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടതുണ്ട്. കാരണം നമ്മൾ കൽപ്പനകൾ പാലിക്കുന്നുണ്ട്, അതിനപ്പുറത്തോട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പിന്തുടരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് അവിടുത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ വീണു പോകുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാം. ഈ ഒരു മനുഷ്യനെ പോലെ അനുസരണത്തോടുകൂടി അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നത് പോലെ ദൈവകൽപ്പനകൾ പാലിക്കാനും ഒപ്പം ഒരു ശിഷ്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാനും പരമാവധി പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.